ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് എവിടെ പോകാമെന്ന്. അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേർക്ക് ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആകട്ടെ. നമ്മുടെ ഡാവിക്കുട്ടൻ വന്നിട്ട് അങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. നമ്മൾ കുറേ നാളായിട്ട് ട്രിപ്പ് പോയി. അപ്പോൾ ജോക്കുട്ടൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ വൺ ഡേ ട്രിപ്പിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ മറന്നുപോയി പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പം എന്നാലേ നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളും, ഇന്ന് മാത്രമല്ലല്ലോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണാൻ ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ ഫാമിലി ആയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഡാഡി അതിൻ്റെ ഇടയ്ക്ക് ഇവന് കരിമ്പൊക്കെ വേണം. അപ്പോൾ ജോക്കുട്ടനും ഡാവിക്കുട്ടനുമാണ് നമ്മുടെ ഒരു പ്രയോറിറ്റി ആയിട്ട് മാറുന്ന ലൈഫിൽ. അപ്പോൾ അവന്മാർ പറയുന്നതാണ് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും കേട്ടോ. അപ്പോൾ അവൻ കുറേ ദിവസമായി മമ്മി കരിമ്പ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡാഡി അത് ഓർത്ത് വെച്ചിട്ട്, നമ്മൾ ഈ ഒരു വൺ ഡേ ട്രിപ്പ് പോകുന്നതിൻ്റെ ഇടയിൽ പോലും ഡാഡി അത് ഓർത്ത് വെച്ചിട്ട് അവന് കരിമ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അപ്പാപ്പനും മോനും അമ്മാമ്മയൊക്കെ ആയിട്ട് കരിമ്പ് തന്നെയാണ്. ഇടയ്ക്ക് ഡാവിക്കുട്ടനും ഒരു കടിയൊക്കെ നോക്കും കേട്ടോ. പക്ഷേ ഒരു കുഞ്ഞിപ്പല്ലൊക്കെ വന്നിട്ടുണ്ട് ഡാവിക്കുട്ടൻ. അതൊക്കെ വെച്ചിട്ട് ഡാവിക്കുട്ടനൊന്നും എന്ന് വെറുതെ ഊറിയൊക്കെ നോക്കും. അപ്പം മധുരമാണല്ലോ. അപ്പോൾ ഇത് നല്ല പച്ചക്കരിക്കല്ല കേട്ടോ, നമ്മൾ ജ്യൂസ് അടിക്കുന്ന കരിക്കായതുകൊണ്ട് അത്ര മധുരമോ വെള്ളമോ ഒന്നും ഉണ്ടായില്ല. അപ്പാപ്പനും മക്കളും പാടുപെട്ട് നമ്മൾ ആ സ്ഥലം എത്തുന്നത് വരെ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ആ കരിമ്പും വെച്ചിരുന്നു കേട്ടോ രണ്ടുപേരും കൂടി. അപ്പോൾ ജോക്കുട്ടനെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. അവസാനം ജോക്കുട്ടന് പറ്റാണ്ടാവുമ്പോൾ അപ്പാപ്പൻ്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കും കേട്ടോ ജോക്കുട്ടൻ. എന്നിട്ടാണ് അവൻ കരിമ്പൊക്കെ അപ്പാപ്പനെ കൊണ്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അവൻ കഴിക്കുന്നത് കാണേണ്ടത് നമുക്കൊരു ഇത്, കാരണം വേറൊന്നുമല്ല, ഇത്രയും പാടുപെട്ട് ആ സാധനം അപ്പാപ്പനും മോനും കൂടി കഴിക്കുന്നല്ലോ എന്നുള്ളൊരിതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വണ്ടിക്കകത്ത് ഡ്രൈവറുണ്ട്. ഇതിങ്ങനെ കുത്തനെയുള്ള റോഡാണ് കേട്ടോ, നമുക്ക് വീഡിയോക്കകത്ത് മനസ്സിലാവില്ല. ആ വണ്ടിയിൽ ഫുൾ വെയിറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പപ്പയും ജിജോയും അവിടുത്തെ ആളുകളെല്ലാം ഇറങ്ങി. പെരുമ്പാവൂരാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ കുന്ന് കയറുന്നതായത് കൊണ്ടിട്ട് ആ വെയിറ്റ് എല്ലാം കൂടി ഇരുന്നിട്ട് വണ്ടി ഫുൾ മലന്ന് മറിഞ്ഞു പോയി. അതിൻ്റെ അകത്ത് ഡ്രൈവറും ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും പേടിച്ചു പോയി. വണ്ടിയിലിരിക്കുന്ന ആളുകൾക്കും ആവത്ത് പറ്റാഞ്ഞ, വണ്ടിക്ക് മാത്രമേ എന്തെങ്കിലും തകരാറ് കാര്യങ്ങളൊക്കെ ഉണ്ടായുള്ളൂ. അങ്ങനെ കണ്ടോ അകത്തെ ആളുകൾ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി എല്ലാവരും കൂടി വലിച്ച് കയറ്റുകയാണ്. അപ്പോൾ പപ്പയും ഡാഡിയും കൂടി ഓടി ചെന്നു കേട്ടോ. അവർക്ക് ഡ്രൈവറല്ലേ, അപ്പോൾ കാണുമ്പോൾ ഒരു ഇതാണ്. അപ്പോൾ ഒരാൾക്കൊരു ഇങ്ങനെ വണ്ടി ഉന്തി കയറ്റുകയാണ്. മലയാണ് കേട്ടോ, മലയുടെ പൊക്കത്തുള്ള റോഡായതുകൊണ്ട്, കുന്നായതുകൊണ്ട് ഇങ്ങനെ തള്ളി കയറ്റണം. അത്രയും വെയിറ്റ് വെച്ചിട്ടാണ് ആ വണ്ടി കയറ്റുന്നത്. അപ്പോൾ ഞാൻ അത് അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പോൾ അങ്ങനെ നമ്മളും സൂക്ഷിച്ചൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഓട്ടോ എല്ലാവരുമായിട്ട്, അപ്പം ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് കസിൻസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അച്ചാമ്മേനെയൊക്കെ കൊണ്ടുപോകണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത വണ്ടി ശരിയായില്ല. അപ്പോൾ അത് കാരണം നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്ത ട്രിപ്പ് ക്യാൻസൽ ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ നമ്മുടെ ഓട്ടോയിൽ തന്നെ വിട്ടതാണ്. അങ്ങനെ നമ്മൾ കുന്നും മലയൊക്കെ കയറി, നിങ്ങൾ ഓർക്കും വലിയൊരു ട്രിപ്പാണ്, വൺ ഡേ ട്രിപ്പാണെന്ന് ഓർക്കണം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോക്കുട്ടനും നമ്മുടെ അപ്പാപ്പനും ഡാവിക്കുട്ടനും ഇടയ്ക്കിരുന്ന് കഴിക്കുന്നതുണ്ട് അവൻ്റെ കയ്യിൽ. ഇതെന്തായാലും വായിൽ പോകില്ല എന്നുള്ളൊരു ബോധം ഉള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ കരിക്ക് കൊടുത്തത്. അവൻ്റെ കയ്യിൽ അമ്മ നോക്കുന്നുമുണ്ട്. അപ്പോൾ നല്ല നല്ല ക്ലൈമറ്റാണ്. ഈ ഒരു ക്ലൈമറ്റിൽ പോകാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ്. നമ്മൾ ഇതിനു മുമ്പും ഒരു 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലേസും കൂടിയാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ ഏത് സ്ഥലമാണെന്നൊക്കെ നമുക്ക് വഴിയേനെ വീഡിയോയിൽ നിങ്ങൾ അവസാനം കാണുക. അപ്പോൾ ഡാവിക്കുട്ടനും കരിമ്പൊക്കെ കൊടുത്തിട്ട് അവനും കഴിക്കുന്നതൊക്കെ കണ്ടിട്ട്, മധുരമാണല്ലോ അതിനകത്ത്. അപ്പോൾ അവനും കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി കേട്ടോ, എന്താ കുഞ്ഞ് കാണിക്കുന്നതെന്നൊക്കെ കാണിക്കുമ്പോൾ അവർ ചെയ്യുന്നത് നോക്കിയിട്ട് അപ്പാപ്പനും ജോക്കുട്ടനും ചെയ്യുന്നത് മാറിയും തിരിഞ്ഞും നോക്കും ഡാവിക്കുട്ടൻ. എന്നിട്ട് ഡാവിക്കുട്ടൻ ആ കുഞ്ഞിപ്പല്ലും വെച്ച് ഇങ്ങനെ തട്ടി ഇരിക്കുകയാണ് ആള്. അത്യാവശ്യം ഈ വേനൽ സമയത്ത് കാണാൻ നല്ല അടിപൊളി പാടവും അത്യാവശ്യം ചെറിയ കുന്നും, പിന്നെ നമ്മുടെ മറ്റേ റബ്ബറിൻ തോട്ടവും ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുണ്ട് കേട്ടോ, കാഴ്ചയുണ്ട്. ഈ പെരുമ്പാവൂര് എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായ സ്ഥലം തന്നെ ആയിരിക്കും കൊച്ചിയിൽ. പക്ഷെ നമ്മളത് നമ്മൾ സിറ്റിയിൽ താമസിക്കുന്നവർക്ക്
ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയും ഒരു രസമൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇത് നമുക്ക് തോന്നുന്ന അതേ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിനകത്ത് വലിയ പുതുമയോ കാര്യങ്ങളോ തോന്നുന്നില്ല. സ്ഥിരം ഇപ്പോൾ ഇത് പെരുമ്പാവൂരിലെ ആളുകളാണ് കാണുന്നതെങ്കിൽ ആ ഒരു രസവും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ദേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ കാണിക്കുമ്പോൾ ഡാവിക്കുട്ടൻ കളിക്കുന്നതാണ് കേട്ടോ. അവൻ ഇടയ്ക്ക് ക്യാമറയൊക്കെ പിടിച്ച് ക്യാമറയൊന്ന് ഡിസ്പ്ലേ ഒക്കെ ഒന്ന് ഇതാക്കും കേട്ടോ. ആൾ കളിച്ചിരിക്കുകയാണ് അങ്ങനെ. അപ്പോൾ ആ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം പെരുമ്പാവൂര് എത്താറായി എന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ബോർഡൊക്കെ നോക്കിയാണ് പോകുന്നത്. അപ്പം നമ്മൾ പോകാൻ വിചാരിച്ചിരുന്ന സ്ഥലം വേറെ എവിടെയല്ല, മഹാഗണിത്തോട്ടം എന്ന് പറയുന്ന ഒരു പ്ലേസാണ് പോകാനിരുന്നേച്ചത്. പക്ഷേ അവിടെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വൈബും ഒരു ഗുമ്മും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് തോന്നി. അങ്ങനെ നമ്മൾ ആ പ്ലാൻ സഡൻലി നമ്മൾ മാറ്റി. നമ്മൾ പോകുന്ന വഴി ഇന്ന സ്ഥലത്ത് പോകാമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ചെയ്തു. അതിലും നല്ലത് എന്തുകൊണ്ടും ബെറ്റർ ഈ ഒരു സ്ഥലത്തായിരിക്കും എന്ന് നമുക്ക് തോന്നി. നമുക്ക് പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റബ്ബറിൻ തോട്ടമാണ് കേട്ടോ. ഫുള്ള് റബ്ബറാണ് അതിൻ്റെ അകത്തൊക്കെ. ഇത് ഈ ഒരു സൈഡ് മാത്രമല്ല കേട്ടോ, കുന്നങ്ങനെ മുഴുവൻ ഓൾമോസ്റ്റും റബ്ബറിൻ തോട്ടമാണ് അവിടെ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഞങ്ങൾ കണ്ട് ഓട്ടോയ്ക്കകത്തായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും എന്നാൽ ഓട്ടോയിലായതിൻ്റെ കുറേ വീഡിയോ എടുക്കാനും കുറേ നല്ല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റബ്ബറിൻ തോട്ടത്തിൻ്റെ ഇടയിലും മരത്തിൻ്റെയൊക്കെ ഇടയിൽ നല്ല നല്ല വ്യൂ ആണ് കേട്ടോ. ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല തണുപ്പും നമ്മുടെ സിറ്റിയിലെ ആ ഒരു വേനലിൻ്റെ ചൂടും കാര്യങ്ങളിലൊക്കെ നിന്ന് ഇവിടെയും ഒരു വെയിലും കാര്യങ്ങളൊക്കെ നിപ്പുണ്ട്. പക്ഷേ നമുക്ക് അത്രയും ചൂടറിയിക്കുന്നില്ല. ഉള്ളിലേക്ക് മരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു സ്പോട്ടല്ല പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവിടുന്ന് ആ ഒരു സ്പോട്ടിലേക്ക് വലിയ ദൂരവും കാര്യങ്ങളും ഇല്ല. ഈ പുഴയിൽ നിന്ന് തന്നെ ഒരു പാർട്ടാണ് ഈ പറഞ്ഞ മഹാഗണിത്തോട്ടം എന്ന് പറയുന്നത്. ഇത് ശരി എങ്ങനെയാണോ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് ഇജോ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ കേട്ടോ, നമുക്ക് അറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാത്തത് കൊണ്ടിട്ട് നമുക്ക് പതിവ് പല്ലവി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ സ്ഥലത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലേസിലേക്ക് വന്നാൽ ആദ്യം ദൂരവും ഇല്ല, എന്നാൽ നമുക്ക് അതിലും ഇത്തിരി കൂടി നല്ല എലാബറേറ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയ സ്ഥലം, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇതാണെന്ന് തോന്നിയിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ ഓട്ടോയിൽ നമ്മുടെ യാത്ര കുഴപ്പമില്ലാതെ ആയിരുന്നു. കാരണം നമ്മൾ ഓട്ടോയിൽ പാട്ടൊക്കെ ഇട്ട് കുഞ്ഞിനമ്പിളിയുടെ ചിരിയും കളിയും പിന്നെ ജോക്കുട്ടൻ ചേട്ടായുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ബോറടിപ്പിച്ചില്ല. നമ്മൾ നല്ല രീതിയിൽ തിരിച്ചും വന്നു, അങ്ങോട്ടും പോയി. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ജിത്തുവങ്കയുടെ കാര്യം, ജിത്തുവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അങ്കയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. കാരണം അവന് വെള്ളവും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി. പെരുമ്പാവൂര് പാണിവേലിപ്പോര് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതെൻ്റെ നാത്തു നമുക്ക് പരിചയപ്പെടുത്തിയ സ്ഥലമാണ് കേട്ടോ. അവരുടെ സ്ഥലവും കൂടിയിട്ടാണ്. പക്ഷേ അന്നൊക്കെ നമ്മൾ വരുമ്പോൾ ഒരു പട്ടിയുമില്ല, ഒരു പൂച്ചയും ഇല്ല എന്ന് പറയല്ലോ, ആർക്കും അറിയാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം നല്ല എല്ലാവരും അറിഞ്ഞ് വന്ന്, കാരണം ഈ വേനൽക്കാലത്തും പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമത്തും എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു അടിപ്പൻ സ്ഥലമാണിത്. ഒരു സീക്രട്ട് സ്പോട്ട് എന്നൊക്കെ പറയാം. പക്ഷേ ഈ സീക്രട്ട് സ്പോട്ടിൽ സീക്രട്ട് എന്ന് പറയുന്നത് അത്രയും ഒളിഞ്ഞു കിടക്കുന്ന, അത്രയും നമുക്ക് എൻജോയബിളായിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. എന്തോരം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിരുന്നു കേട്ടോ ആളുകൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഞാനങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. വലിയ ആളുകൾക്ക് 60 രൂപയും കുഞ്ഞു കുട്ടികൾക്ക് 10 രൂപയും വേണം. നമുക്കൊരു അമ്മിളി പറ്റി. നമുക്ക് 3 പിള്ളേരുടെ ടിക്കറ്റ് അടിച്ചു വന്നു. നമുക്ക് ജോക്കുട്ടനെ മാത്രം എടുത്താൽ മതിയായിരുന്നു. പിന്നെ ആ തിരക്കിൽ നമ്മൾ തിരിച്ച് കയറി നിന്ന് ഇത് വാങ്ങിക്കേണ്ടല്ലെന്ന് ഓർത്ത് നമ്മൾ പോന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഒത്തിരി ആളായിരുന്നു കേട്ടോ. അപ്പം ചില സമയം എൻ്റെ ക്യാമറ ഊരിപ്പോകുന്നതിൻ്റെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് നമ്മൾ അത്യാവശ്യം നടക്കാനുണ്ട്. നമ്മൾ നടന്ന് ഡാവിനെയും കൊണ്ട് നടക്കുന്നുള്ളത് ടാസ്ക് ആയിരുന്നു കേട്ടോ എനിക്ക്. അവൻ എല്ലാവരുടെ കയ്യിലും പോകുമെങ്കിലും പിന്നെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും എടുത്തിട്ട് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു ക്യാരി ചെയ്തത്. കുഞ്ഞിനമ്പിളി ഹാപ്പിയാണ് കേട്ടോ. കുഞ്ഞിനമ്പിളി ഫുൾ ഓൺ ഹാപ്പിയിലാണ്. അവൻ ഈ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. പക്ഷെ അവൻ ഇരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നല്ല രീതിയിൽ തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ അയ്യോ ഈ ക്രൗഡിൻ്റെ ഇടയിൽ ഏത് വെള്ളത്തിൽ കിടന്ന് കുളിക്കും എന്ന് ചിന്തിച്ച് പോയി. പിന്നെ കാരണം പപ്പയുള്ള ധൈര്യത്തിലാണ് പോയത്. കാരണം
പുള്ളി മറ്റേ ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കുന്ന ആൾക്ക് ഇതൊക്കെ കണ്ടിട്ടോ ശരിക്കും പപ്പ പെട്ടുപോയി കേട്ടോ. പപ്പ ഞങ്ങളോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് വരുന്നത്. ഇപ്പം ഈ ഒരു ചേഞ്ചസ് ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. ഏർമാടമൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ മുമ്പ് വരുമ്പോൾ ഏർമാടം ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഇത് ഒന്നാമത്തെ ഏർമാടം. പിന്നെ അങ്ങ് അറ്റത്ത് പോര് വരുന്ന സ്ഥലത്തുണ്ട് കേട്ടോ. ഇത് ഈ പോരെന്ന് പറയുന്നത് വെള്ളച്ചാട്ടം 3 സൈഡിൽ നിന്നും കൂടി ഇങ്ങനെ കുത്തനെ വരുമ്പോൾ ഒരു കാണാനൊരു ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അതങ്ങനെ ഒരു പോരെന്ന് പേര് പറഞ്ഞത്. ഇതൊക്കെ എൻ്റെ ചേച്ചി പറഞ്ഞു തന്ന അറിവാണ് കേട്ടോ. എൻ്റെ നാത്തൂൻ പറഞ്ഞു തന്ന അറിവാണ്. മറന്നുപോയി. അവർ പെരുമ്പാവൂരുകാരാണ്. അപ്പം ആ ഒരു ഐഡിയയിലൊക്കെ വെച്ചിട്ട് ആ ഒരു ഓർമ്മയിലൊക്കെ വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നോ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് കിടക്കുന്ന ആനപ്പിണ്ടമാണ് കേട്ടോ. പപ്പ പറയുന്നുണ്ട് ആനയൊക്കെ ഇറങ്ങി വരാറുള്ള സ്ഥലമാണ് എന്ന് പപ്പ പറയുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് തന്നെ. കുട്ടൻ ഫുൾ ഓൺ ഹാപ്പിയാണ്. വെള്ളത്തിൽ കളിക്കാനുള്ള എൻജോയ്മെൻറ്റിൽ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ കളിക്കാനുള്ള എൻജോയ്മെൻറ്റിൽ അങ്ങനെ ആൾ നടന്ന് അങ്ങ് പോവുകയാണ്. കാലുവേന എടുക്കുന്ന കൈവേന എടുക്കുന്ന ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ. അത്രയും എക്സൈറ്റഡ് ആണ് ആൾ. അപ്പോൾ ഞാനവിടെ പയ്യെ ഡാവിക്കുട്ടനെയും പിടിച്ച് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെയൊക്കെ കാണിച്ച് അങ്ങനെ വരികയാണ് കേട്ടോ. ഇവിടെ ഫുൾ നമുക്ക് ആളുകൾ കുളിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അതൊരു പ്രൈവസിയുടെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ അത്രയും ആളുകളായിരുന്നു കേട്ടോ. നമ്മൾ അവസാനം ഈ പോരിൻ്റെ അവസാന സ്ഥലത്താണ്. അപ്പോൾ പപ്പയുള്ളത് കൊണ്ടിട്ട് എല്ലായിടത്തും മുട്ട ആളായിരുന്നു. പക്ഷെ പപ്പയുള്ളത് കൊണ്ട് നമുക്ക് ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത്, കാരണം ഒരു ഇത്തിരി ആഴം എന്നൊക്കെ പറഞ്ഞാൽ അവർ കെട്ടി വെച്ചിട്ടുണ്ട്, എന്നാൽ പോലും നമുക്ക് അവിടെ ഇറങ്ങി പപ്പയുള്ള ധൈര്യത്തിൻ്റെ പുറത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ടാണ് കുറച്ച് ഒരു ഫാമിലി അവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമുക്ക് ഇത് ഈ ഒരു തണുപ്പത്ത്, ഈ ഒരു ചൂടത്ത് ഈ ഒരു കുളിർമ എന്ന് പറയുന്നത് ഇവിടെ വരാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ ഏറ്റവും നല്ലൊരു സൂപ്പറാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ. പിള്ളേരെയൊക്കെ കൊണ്ടൊരു 1 ഡേ ട്രിപ്പൊക്കെ വരാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്ഥലം പെരുമ്പാവൂരാണ്. വരാൻ പറ്റുന്നവർ ഓൾമോസ്റ്റ് എല്ലാവരും വരിക. അപ്പോൾ ഡാവിക്കുട്ടനെ അങ്ങനെ വെള്ളത്തിൽ ഇറക്കാണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആഴമൊന്നുമില്ല, ഒത്തിരി ആഴമില്ല. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു മുങ്ങൽ വിദഗ്ധനും സിമ്മറും ഒക്കെ ആയ ഒരു മത്സ്യത്തൊഴിലാളിയായ എൻ്റെ പപ്പയ്ക്ക് ഒരു ജീവിച്ചതിലൊരു പകുതി മുക്കാലോളം പുള്ളി ഒരു 8 വയസ്സിൽ തുടങ്ങിയ കളിയാണ്, ഒരു ജോലിയാണ്. അപ്പം ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. അത് പപ്പയാണ് കേട്ടോ കുഞ്ഞിനെ ഇറക്കിയത്. അതുപോലെ നീന്തലൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, ഡേഞ്ചറായ ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത്രയും സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ആരോ ഇപ്പോൾ കമൻസിലൂടെ വരരുത് കുഞ്ഞിനെ ഇറക്കുന്ന അതൊക്കെ ഒന്നുമില്ല. അത്രയും സേഫ്റ്റിയാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ മക്കൾ എത്രത്തോളം സേഫ്റ്റിയായ കരങ്ങളിലാണെന്നും സേഫ്റ്റിയായ സിറ്റുവേഷനിൽ മാത്രമല്ലേ നമ്മൾ നിൽക്കുള്ളൂ, നമ്മൾ അല്ലാണ്ട് രീതിയിൽ ചെയ്യില്ലല്ലോ. അപ്പോൾ ഞാനത് എടുത്ത് പറയാനുള്ള കാര്യം യൂട്യൂബ് ആയതുകൊണ്ടിട്ടാണ്. കമൻറ്റ് വരും. അപ്പോൾ കുട്ടികളൊക്കെ അവരവരുടെ പിള്ളേരെ അപ്പം പറയുന്നത് ഇംഗ്ലീഷുകാർ മുക്കിയെടുക്കുന്ന അത്രത്തോളം ആവില്ല എന്നാൽ പോലും കേട്ടോ. ഇത്രയും ആളുകളാണ്. ഞങ്ങൾ ഫുൾ ഹാപ്പിയായി. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു തിരിച്ച് ഞങ്ങൾ ഒരു മണിക്കൂറിൽ കൂടുതൽ, 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ കൂടുതൽ കിടന്നു. പപ്പ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കിടന്നിട്ട് അങ്ങ് കയറി കേട്ടോ ആൾ. പിന്നെ മുഴുവൻ ടൈമിൽ വെള്ളത്തിൽ കിടക്കുന്ന എന്നെ കൊണ്ടുവന്നിട്ടാണ് ഇവൾ ഈ വെള്ളത്തിൽ ഇട്ടേക്കുന്നത് എന്നുള്ളൊരു ഭാവമായിരുന്നു പപ്പയ്ക്ക്. അപ്പോൾ പറയാം അടുത്ത പ്രാവശ്യം നിങ്ങളോട് വരുന്ന പരിപാടിയില്ല, നിങ്ങൾ ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന് എന്നെ ബോറടിപ്പിക്കാനല്ലേ എന്നുള്ളൊരു ലാഘവമായിരുന്നു പപ്പയ്ക്ക്. പക്ഷേ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെയും ജോക്കൂട്ടിനെ ഡാവിക്കും ജിജോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അമ്മയ്ക്ക് ഒരു ചെറിയ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി അതൊന്നും കാര്യമൊക്കാതെ പോത്ത് വെള്ളത്തിൽ കിടക്കുന്ന, എരുമ വെള്ളത്തിൽ കിടക്കുന്ന കണക്കാണ്. പിന്നെ ഒത്തിരി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. കണ്ടോ നമ്മുടെ കൂടെ നിന്നൊരു ഫാമിലി ആയിരുന്നു അത്. അത്യാവശ്യം എല്ലാ ആളുകളും ഫാമിലി ആയിട്ടാണ് വരുന്നത്, നമ്മളെപ്പോലെ തന്നെ കുഞ്ഞിക്കുട്ടികൾ. അപ്പോൾ ഞാൻ ജോക്കൂട്ടനെ കയറ്റുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കയറി കഴിഞ്ഞിട്ടും ജോക്കൂട്ടൻ കയറുന്നുണ്ടായില്ല. ആൾ രസം പിടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവനെ കയറ്റി തിരിച്ച് ഞങ്ങൾ പോകാൻ നേരപ്പോൾ അയാൾക്കൊരാഗ്രഹം ഏർമാടത്തിൽ കയറണം. വലിയ കാര്യമായിട്ട് മമ്മിയും ജോക്കുട്ടിനും കൂടി കയറി കേട്ടോ. തിരിച്ചിറങ്ങാൻ വേണ്ടി താഴത്തേക്ക് നോക്കുമ്പോൾ മമ്മിക്ക് ഒത്തിരി പേടി, ജോക്കുട്ടിനും പേടി ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഡാഡീനെയൊക്കെ വിളിച്ച് തിരിച്ച് ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഇറങ്ങിപ്പോകുന്നത്. ഇത് ജോക്കുട്ടൻ ഏർമാടത്തിൽ കയറിയപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ പൊക്കത്ത് നിന്ന് നമുക്ക് ഫുൾ വ്യൂ കാണാം. അവിടെ നിന്ന് മലയിൽ നിന്നാണ് മുമ്പ്, ഇപ്പോൾ വേനലൊക്കെ ആയതുകൊണ്ടിട്ടായിരിക്കും മുമ്പ് ആ ഒരു 3 സൈഡിൽ നിന്നും വെള്ളം വരുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഹണിമൂണിനൊക്കെ വന്നത് ഈ ഒരു സ്ഥലത്തൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ട്രിപ്പ് വന്നായിരുന്നു. അന്ന് തുടങ്ങിയ വരക്കുമാണ്, ഇന്ന് വരെയും നമ്മൾ വരുന്നുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സ്പോട്ടും കൂടിയാണ് ഇത്. അപ്പോൾ ഡാഡിയും
അമ്മാമ്മയും കൂടിയൊക്കെ താഴെ നിൽക്കുന്നുണ്ട്. പപ്പ ഡാവിക്കുട്ടനെയും കൊണ്ട് അങ്ങ് നടന്നു കേട്ടോ. ഒത്തിരി നടക്കാനുണ്ട്, അതായുള്ളൊരു ഒത്തിരി ടാസ്ക്കായിട്ട്. ഒരു ട്രക്കിംഗ് വൈബൊക്കെ നമുക്ക് കിട്ടും, കാരണം ഇവിടെ ട്രക്കിങ്ങിന് ജീപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് നടത്താം എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ നടപ്പൊരിത്തിരി ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുട്ടികളെ കൊണ്ടും. പിന്നെ തിരിഞ്ഞ് നനഞ്ഞ് വരുമ്പോൾ നമുക്ക് അത്ര അറിയില്ല, ആ ഒരു ഫ്രഷ്നെസ്സോടെ വരുമ്പോൾ അറിയില്ല. അങ്ങോട്ട് പോകുന്നത് ഒരു ഇച്ചിരി ടാസ്ക്കായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ നടന്ന് തിരിഞ്ഞ് എത്തി. ഓട്ടോയിൽ കയറി തിരിച്ച് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ ഞങ്ങൾക്ക് ഡാഡി വാങ്ങിച്ചു വന്നു. ഞങ്ങളിതേ അപ്പാപ്പനെയും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് അങ്ങനെ നമ്മൾ റിട്ടേൺ പോരുവാണ് വീട്ടിലേക്ക്. അപ്പോൾ ദേ അവിടെ ഒരു പാറയുടെയൊക്കെ ഒരു സ്ഥലം, നമ്മൾ അങ്ങോട്ട് പോയ വഴിയല്ല കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ വളരെ മോശം റോഡാണ്. നമ്മൾ അപ്പോൾ ഓട്ടോയിൽ കൂടി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ തിരിച്ച് നമ്മൾ വേറൊരു റൂട്ടാണ് വന്നത്. റൂട്ടൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. ജിജോയുടെ ഇതിലാണ്, നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ്, ജിജോയാണ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ജിജോയ്ക്കല്ലേ അറിയും. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല കാണാനുള്ള കാഴ്ചകളും പൈൻ മരമാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഒരു മൂന്നാറിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് തരുന്ന ഒരു വൈബാണ്. അങ്ങനെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ആ ഒരു 1 ഡേ ട്രിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫുൾ ഓൺ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ജോക്കൂട്ടൻ ഫുൾ ഓൺ ഹാപ്പി. ഞങ്ങൾ പിന്നെ അവസാനം ടയേർഡായി കേട്ടോ. കളിച്ച് ടയേർഡായിട്ടാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു 1 ഡേ ട്രിപ്പ്. അങ്ങനെ നമുക്കവിടെ ഡ്രസ്സ് ചെയ്യാൻ, നമ്മൾ നനഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ച് കയറാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ ഊരി വെച്ചിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയത്. കാരണം എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. തിരിച്ച് വരുന്ന വഴി അപ്പാപ്പനും ഈസ്റ്റർ പെരുന്നാളാണ് വരുന്നത്. അപ്പോൾ പെരുന്നാളിന് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് അപ്പാപ്പൻ ജോക്കുട്ടനും ഡാവിക്കുട്ടനും ഡ്രസ്സ് എടുക്കാൻ കടയിൽ കയറിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ജോക്കുട്ടനെ എടുത്തു, ഡാവിക്കുട്ടനെ എടുത്തില്ല. അപ്പോൾ ഇവിടെ ഫുൾ ഒന്നും പറയാനില്ല കേട്ടോ. ഞങ്ങളൊരു ഇറങ്ങിയതൊരു 4 മണി 4:30 5 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. 2 മണിക്കൂറിൽ കൂടുതൽ പെരുമ്പാവൂരിൽ നിന്ന് എത്തണം വേണ്ട. പക്ഷേ ഈ ലുലു വന്നതേക്കുന്നത് കൊണ്ട് ഇത് കണ്ടോ, ഫുൾ ട്രാഫിക്കാണ്. എവിടുന്ന് തൊട്ടാണ് വണ്ടി കിടക്കുന്നതെന്ന് പറയാതെ ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ് തിരിച്ച് വരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇത് ലുലുവിലേക്ക് കയറാനുള്ള വഴിയാണ് കേട്ടോ. ആ റോഡ് ഫുൾ ബ്ലോക്കാണ്. ഒരു 2 കിലോമീറ്ററോളം ഫുൾ വണ്ടിയാണ്. അപ്പോൾ ഇത്രയും ആ വണ്ടിക്കകത്തിരിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് ആലോചിച്ചപ്പോൾ ഈ കുഞ്ഞിനെയൊക്കെ കൊണ്ടാണെങ്കിൽ തീർന്നു. ബുദ്ധിമുട്ട് ആലോചിച്ചപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ നമ്മുടെ വണ്ടി ഇങ്ങനെ ഓടിപ്പോകുന്നത് കാരണം നമ്മുടെ ഉള്ളിലുള്ളൊരു ഫീൽ അതായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ വീട്ടിൽ പോയിട്ടൊന്നും കാണിക്കാൻ പ്രത്യേകിച്ചില്ല, നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവും. അപ്പോൾ ഹോപ്പ് യു ഗൈസ്, നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സീ യു.